കുറച്ച് കറങ്ങി. പിന്നെ ഫോൺ ചെയ്യാന്ന് വെച്ചേ. എവിടെയാ പോകുന്നെന്ന് തീരുമാനിച്ചോ? മഞ്ഞമല എസ്റ്റേറ്റ്, അതിനടുത്ത ഭൂതത്താങ്കാട്. അവിടെയാ ഈ പറയുന്ന പാപനാശിനി പുഴ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നാളെയാ വിഷ്ണുവേട്ടൻ മരിച്ച ദിവസത്തെ നാളെ വരുന്നത്. ഈ ദിവസം ചിതാഭസ്മം ഒഴുക്കുന്നതായിരിക്കും മോക്ഷപ്രാപ്തിക്ക് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോകുന്നത്. ഇന്ന് പോയ മഞ്ഞമല എസ്റ്റേറ്റിൽ തങ്ങിയതിനു ശേഷം നാളെ പുലർച്ചെ ചടങ്ങ് നടത്തും. ഈ പറയുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമില്ലേ? ശാലിനി ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ മറ്റൊരാളും കൂടിയുണ്ട്. വിഷ്ണുവേട്ടന്റെ അമ്മയുടെ ബിസിനസ്സിൽ സഹായിക്കാൻ നിൽക്കുന്ന ആള്. നല്ലൊരു ഡ്രൈവർ കൂടിയാ. അതുകൊണ്ട് ഈ യാത്രയ്ക്ക് അയാളെയും കൂടെ കൂട്ടി. അത് നന്നായി. ഇത്രയും ദൂരം പോകുന്നതല്ലേ? ഇതാ ഞാൻ പറഞ്ഞ ആള്. എനിക്കറിയാം ശിവനെ. ആ വീട്ടിൽ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് ആത്മാവിന്റെ ലക്ഷ്യം. അത് നിറവേറിയ സ്ഥിതിക്ക് ഒരിക്കലും ഇത് അറിയണ്ട. എന്തായാലും സമയം വൈകിക്കണ്ട. ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ തവണ അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നത്. ഓർക്കുന്നുണ്ടോ ഞാനെന്ന് ഓട്ടോക്കാരനെ? വിഷ്ണുവിന്റെ ഹൃദയം ഉള്ളിലിരിക്കുമ്പോ ഇത് സംരക്ഷിക്കാതിരിക്കാനാവില്ലല്ലോ. അല്ല, വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. പക്ഷെ പറഞ്ഞു. അച്ഛന്റെ മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞില്ലേ? അത് 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 ഞാൻ പറഞ്ഞെന്നേ, ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എരിക്കിന്റെ ഇല നല്ലെണ്ണയിൽ വാട്ടി മുട്ടിന്റെ ഭാഗത്ത് വെച്ച് കെട്ടാൻ പറ. മുട്ടുവേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും. അച്ഛനോടൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പറ. പിന്നെ കേക്കൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. മധുരമാണെന്നും പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങളൊന്നും നടത്താതിരിക്കണ്ട. എന്നാ ശരി.
പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മരണപ്പെട്ടയാളുടെ മോക്ഷപ്രാപ്തിയല്ല, അതിന് നിയോഗിക്കപ്പെട്ടവരുടെ അപമൃത്യുവാണ്. അവരുടെ പോക്ക് മൃത്യുവിലേക്കുള്ള പോക്കാണ്. അമ്മ ഇത് എങ്ങോട്ടടി പോയത്? ആരോട് ചോദിക്കാനാ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഒളിച്ചും പാത്തുമല്ലേ ചെയ്യുന്നേ? ഇതെന്താ പറ്റിയേ? ആ ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ ഫോൺ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഇതറിഞ്ഞ സമയത്ത് എന്നെ വിളിച്ചെങ്കിലും ഒന്ന് പറയായിരുന്നു. എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലല്ലോ ഈശ്വര. ഇനിയിപ്പോ അവരെ ഞാൻ എങ്ങനെ ഈ വിവരം അറിയിക്കും? ഈശ്വര, മരണത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ തള്ളിവിട്ടത്. എന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധയാണല്ലോ ഭഗവാനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം.